ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് കോയമ്പത്തൂർ പോവാണ് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട്. രാവിലെ 8 മണിയാകുമ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. കാരണം ഞങ്ങൾ കൈ കാണിച്ചിട്ട് ഒരു ബസ്സും നിന്നില്ല. നമ്മൾ പിന്നെ അവിടെ കുറേ നേരം നിന്ന് ബസ് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ പോയി കയറാൻ വേണ്ടിയിട്ട് അവിടെ നടന്ന് പോകണം ഗൈസ്. രാവിലെ നമ്മളൊന്നും കഴിക്കാണ്ടാണ് ഇറങ്ങിയത്, അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു ബേക്കറി കയറിയിട്ട് ജ്യൂസും കുടിച്ചു, പിന്നെ ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റും കഴിച്ചു. ആൻഡ് കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കൊരു ബസ് കിട്ടി. ബസ് കിട്ടിയത് അവിടെ കയറി ഇങ്ങനെ മിണ്ടാണ്ടിരുന്നു, ഒട്ടും വയ്യ. രാവിലെ തൊട്ട് എത്ര നേരം ഒരു ബസ് കാത്തിട്ട് നിൽക്കണേ. പിന്നെ നമുക്ക് 2 മണിക്കൂറിൽ കൂടുതൽ തന്നെ ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല. കാരണം നമ്മുടെ കൂടെ മേസാനുണ്ടായിരുന്നു, അവനുണ്ടെങ്കിൽ തന്നെ സമയം അങ്ങനെ പോവും, അവനെ കളിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാം. പിന്നെ നമ്മൾ കുറേ നേരത്തിന് ശേഷം പിന്നെ വിശന്നപ്പോൾ നമ്മൾ സ്പ്രൈറ്റ് കുടിച്ചു, പിന്നെ ലേസും കഴിച്ചു. പിന്നെ കുറേ നേരം ഇങ്ങനെ ബസ്സിൽ പോയി അങ്ങനെ ലാസ്റ്റ് ഒരു 12:30 ആയപ്പോൾ ബസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബസ് ഇറങ്ങിയിട്ട് കല്യാണ മണ്ഡപത്തിലോട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നടന്നു. പക്ഷേ പോകുന്ന വഴിക്ക് റംസയ്ക്ക് ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവളുടെ ചെരുപ്പ് പൊട്ടിപ്പോയി ഗൈസ്. അതങ്ങനെയാണല്ലോ, നമ്മൾ ആരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പുറത്ത് പോകുമ്പോൾ എങ്ങനെയായാലും ആരെങ്കിലുമൊക്കെ ചെരുപ്പ് പൊട്ടുമല്ലോ. പിന്നെ നമ്മൾ കടയിൽ കയറി ഫെവിക്വിക്കൊക്കെ വാങ്ങിച്ച് അടുത്തുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ മാറി നിന്ന് അവളുടെ ചെരുപ്പൊക്കെ ഒട്ടിച്ചിട്ട് പിന്നെ നമ്മൾ കല്യാണ മണ്ഡപത്തിലോട്ട് പോയത് നല്ലൊരു ജ്യൂസ് കുടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ കയറിയത് വാഷ്റൂമിലേക്കാണ്. കാരണം അത്രയും നേരം ഒന്നും ചെയ്തിട്ടില്ല, മുഖത്ത് കുറച്ച് മേക്കപ്പൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ കയറി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് കേസ് പോയത്. രാവിലത്തെ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ നല്ല അടിപൊളി ബിരിയാണി അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞതും പിന്നെ വയ്യാണ്ടായി, റെസ്റ്റ് എടുക്കാൻ റൂമിൽ പോയി. കുറേ നേരം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഐസ്ക്രീം കഴിച്ചു. അങ്ങനെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നമ്മൾ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി. പിന്നെ പോണ വഴിക്കൊക്കെ വേഗം ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വേഗം തന്നെ ബസ് കയറി പോയിട്ടുണ്ടായിരുന്നു. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ബസ് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഒരു ചായയും കടിയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.